സുരേഷ് ഗോപി അമ്മയെ കുറിച്ച് പറയുന്നത് കേൾക്കാം. അമ്മ സംഘടനയെ കുറിച്ച്. അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ്. അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത്. പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല. ഈ എ കുത്ത് എം കുത്ത് എം കുത്ത് എ കുത്ത് അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. ഞങ്ങൾക്ക് അമ്മയാണ്. സുരേഷ് ഗോപിക്ക് പാർവതിയുടെ റിപ്ലൈ കേൾക്കാം. ഒരു കൂട്ടായ്മേനെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ബിക്കോസ് ഇതൊരു വലിയൊരു പഠനമായിരുന്നു സർ. എനിക്കത് AMMA ആണ്, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്. ഒരു അസോസിയേഷനാണ്, ഒരു ക്ലബ്ബല്ല, ഒരു കുടുംബമല്ല. ഓരോ തവണയും ഞാൻ അസോസിയേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ പോകുമ്പം പ്രോബ്ലംസ് ഉന്നയിക്കുമ്പോൾ അത് വിട് പാർവതി, അത് നമ്മളൊരു കുടുംബമല്ലേ, നമ്മളിങ്ങനെ ഒത്തിരിച്ച് നമുക്ക് ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സദ്യയൊക്കെ കഴിച്ചിങ്ങനെ പോവാം. പഞ്ചായത്തിലൊക്കെ പണ്ടൊക്കെ കണ്ടു വരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പുകളാണ്. അതായത് എല്ലാവരും അവരവർ തന്നെ തീരുമാനിക്കും ആരാണ് ചെയ്യുന്നത്, കൈപൊക്കി കാണിക്കാൻ പറയും. ലഞ്ചിന് എല്ലാവരും പോകുന്ന സമയത്താണ് അവരത് നടത്തും ചെയ്യുക, സോ ദാറ്റ് മാക്സിമം ആൾക്കാർ അതിനകത്ത് ഉണ്ടാവില്ല. ആൻഡ് സോ പ്രഹസനമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുകയോ എന്ന് ഇറങ്ങാൻ തോന്നും. അതാണ് ഞാൻ ചെയ്തത്. പ്രതീക്ഷ ഒരുപാട് ഉണ്ടായിരുന്നു തുടക്കത്തിൽ. കാര്യം ഈ പറഞ്ഞ ഇടവേള ബാബു അവരൊക്കെ ഞാൻ അസോസിയേഷനിൽ തുടങ്ങിയ സമയത്ത് ബാത്റൂം എന്ന് പറഞ്ഞ ബേസിക് സാനിറ്റേഷൻ നമ്മുടെ വർക്ക് പ്ലേസിൽ ഇല്ല എന്ന് പറഞ്ഞപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനൊരു പെറ്റീഷനൊക്കെ ഫയൽ ചെയ്ത് അത് അവർ സപ്പോർട്ട് ചെയ്യാൻ കാരണമുണ്ട്. വളരെ സീനിയർ ആയിട്ടുള്ള മെയിൽ ആക്ടേഴ്സിന് പ്രോസ്ട്രേറ്റ് പ്രോബ്ലംസ് ഉണ്ട്. ഈ ഇഷ്യൂസുള്ളപ്പോൾ നമുക്കും കൂടെ പ്രശ്നമുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് അവരതിലേക്ക് ജോയിൻ ചെയ്തത്. ആ പറ്റി അങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയോ വർഷങ്ങളെടുത്ത് ബാത്റൂം പാർവതി എന്നുള്ള പേരൊക്കെ വന്ന് അങ്ങനെ പതുക്കെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ശരി എന്നാൽ പിന്നെ ഒരു ടോയ്ലറ്റൊക്കെ വെച്ച് കൊടുക്കാം, പോട്ടെ അങ്ങനെയെങ്കിലും മിണ്ടാതിരിക്കാം. ഇതൊക്കെ ചെയ്ത് വന്നപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു കോൺട്രാക്റ്റിൽ എനിക്ക് കിട്ടേണ്ട പൈസ കിട്ടാതെ പോകുമ്പോൾ പലപ്പോഴും അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ഇടപെട്ടിട്ട് എനിക്ക് അതിൻ്റെ ബാക്കിയുള്ള പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറയണമല്ലോ, അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയണം. അത് ഇതുള്ളത് കൊണ്ട് തന്നെ 2017 ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ എല്ലാവരുടെയും ലൈഫ് മാറ്റിമറിക്കുമ്പോൾ അതിലുള്ള പ്രൈം അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന ആക്ഷൻ, അവിടെയാണ് ഏറ്റവും വലിയ എനിക്ക് ആഘാതം ഏറ്റത്. Then we have to look at people who will actually be there to build a new world with us. So I don't think they are the ones to build. അതിലുള്ള എല്ലാ മെമ്പേഴ്സിനെ പറ്റിയിട്ടും അല്ല ഞാൻ പറയുന്നത്, അന്ന് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനോടുള്ള വിമർശനം പോലും അല്ല. ഇറ്റ് ഈസ് എ ഫാക്ട്. കേട്ടില്ലേ പാർവതിയുടെ മറുപടി? കേട്ടില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ ഈ ഒരു റിപ്ലൈയെ കുറിച്ച്? അഭിപ്രായം കമൻറ്റ് ചെയ്യ്. ബൈ.